ഗൈസ്, നമുക്കിപ്പോൾ ഇന്നൊരു ഹോം മെയ്ഡ് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ. വീട്ടിൽ ചായ പാത്രത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയത്. എല്ലാവരും പറയുന്നുണ്ട് ഓവനില്ല ബീറ്ററില്ലാതെയൊക്കെ നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഓവനില്ലാതെ എങ്ങനെ ചെയ്യാം എന്ന് ഞാനിങ്ങനെ ഒരു റിസർച്ച് തന്നെ നടത്തി. ഫൈനലി ഐ ഗോട്ട് ആൻ ആൻസർ. ഐ വാണ്ട് ടു ഷെയർ വിത്ത് യു. നമ്മളൊരു ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ, സൺഫ്ലവർ ഓയിൽ, അതുപോലെ തന്നെ നമുക്ക് മൈദമാവ് വേണം. പിന്നെ മുട്ട, അതുപോലെ തന്നെ പാല് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, പൊടിച്ച പഞ്ചസാര, പിന്നെ പൈനാപ്പിൾ എസൻസ് ഓർ വാനില എസൻസ്. ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ട് തന്നെ നമ്മൾ ആദ്യം പതപ്പിച്ചെടുക്കണം. വിസ്ക് വെച്ചോ അല്ലെങ്കിൽ നമുക്ക് ബീറ്റർ ഇട്ടോ ചെയ്യാം. എനിക്ക് ബീറ്റർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഓയിലും പൊടിച്ച പഞ്ചസാരയും അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ബീറ്റ് ചെയ്തെടുത്തു. പിന്നെ ക്യാരറ്റിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് മാറ്റി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് ക്യാരറ്റ് നന്നായിട്ട് വേവില്ല. അതുകൊണ്ട് ഞാനിത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പിഞ്ച് ഓഫ് സോൾട്ടും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് ഒരു 3-4 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കുക മാവ്. ഈ മാവാണ് കേട്ടോ നമ്മൾ നമ്മുടെ അടിച്ച് പതപ്പിച്ച എഗ് ഇതിലോട്ട് ചേർക്കുന്നത്. നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ വലിയ വലിയ ഹോൾസ് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി ബീറ്റ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് ക്യാരറ്റ് ബാലൻസ് വന്ന ആ ജ്യൂസും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. കാരണം അപ്പോൾ അതൊരു ഹെൽത്തി ടെക്സ്ചറിലേക്ക് മാറും. പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, വീട്ടിലൊക്കെ ഈ ദോശയ്ക്ക് ചുടുന്ന കല്ലില്ലേ, അത് നമ്മളൊരു 10 മിനിറ്റ് അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അത് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ച ചായപാത്രം ഉണ്ടല്ലോ, നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ അടി പിടിക്കില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് തട്ടി കൊടുക്കണം. എന്നിട്ട് ഒരു ചെറിയൊരു സ്ട്രോക്ക് വെച്ചിട്ടൊന്ന് മുകളിൽക്കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ള എയറും ബബിൾസൊക്കെ പുറത്തേക്ക് പോകും. പിന്നെ ഒരു 40 മിനിറ്റ്സ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് കേക്ക് റെഡി ആയിട്ട് വന്നത്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ആ ക്രിസ്പിനെസ് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്കത് ഇഷ്ടമല്ല, അവരത് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് എപ്പോഴും സ്പഞ്ച് ചെയ്യുന്നത്. എനിക്ക് ക്രീം കേക്കിനേക്കാളും ഒക്കെ ഇഷ്ടം ടീ കേക്കാണ്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത്. മസ്റ്റ് ട്രൈ.